ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നല്ലൊരു മീൻകറിയാണ്. തേങ്ങയൊക്കെ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു മീൻകറിയാണ്. ചോറിനും പഴങ്കഞ്ഞിക്കും ചക്ക, കപ്പ ഇവയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മീൻകറി. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ പകുതി തിരുമ്മിയത് എടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം വരും. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 5-6 ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയ്ക്കായും കുറച്ച് മാങ്ങായും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3/4 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പുളിക്കനുസരിച്ച് ഒരു മീഡിയം വലിപ്പമുള്ള മാങ്ങയുടെ പകുതിയിൽ കൂടുതൽ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 മുരിങ്ങയ്ക്ക നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഇടുന്ന ആ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും, ഒരു 8 മുതൽ 10 ചെറിയുള്ളി, അതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങായും ഒരു 1.5 കപ്പോളം, ഒരു 350-400 ml വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുക്കേണ്ടതാണ്. ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ പൊടിച്ചതും ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, ചില ഉപ്പിന് നല്ല ഉപ്പുരസം കാണും, അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 3/4 കിലോ മീനിൻ്റെ അളവിനാണ് ഞാനിപ്പം ഈ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് മാങ്ങായും തേങ്ങയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഗ്രേവിയിലേക്ക് നമ്മൾ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ അയലയോ മറ്റേതെങ്കിലും അതുപോലെ ചെറിയ മീനുകളൊക്കെ ഇല്ലേ, അയലപ്പാര, അങ്ങനെയൊക്കെയുള്ള മീനുകൾ നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തവിയിടാതെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അത്യാവശ്യം തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു കറിയായിരുന്നു നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ലതുപോലെ ഇപ്പോൾ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട്. ചോറിനും പഴങ്കഞ്ഞിക്കും കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും ആരും മടിക്കരുത്. പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.